ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നാം യേശുവിൻ്റെ വിശ്വാസത്തെക്കുറിച്ചുള്ളതായ ഈ പരമ്പരയിൽ രണ്ടാമതായിട്ട് ചിന്തിപ്പാൻ തക്കൊണ്ട് പോകുന്നത് സ്നാനത്തെക്കുറിച്ചാണ്. അതായത് നമുക്കറിയാം, വേദ പുസ്തക ചരിത്രത്തിൽ സ്നാനത്തിന് കർത്താവ് കൊടുത്തതായ എല്ലാ കാര്യങ്ങളിലും, അതായത് കർത്താവ് തന്നെ അതിനൊരു മാതൃകയായി ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുന്നതാണ്. കർത്താവായ യേശു ക്രിസ്തു മുൻപ് പ്രത്യേകിച്ച് നമുക്കറിയാം, കർത്താവിൻ്റെ വഴിയൊരുക്കുവാൻ വന്നതായ വ്യക്തിയായിരുന്നു യോഹന്നാൻ സ്നാപകൻ. ആ യോഹന്നാൻ സ്നാപകൻ ചെയ്യുന്ന, അതായത് യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ അദ്ദേഹം സ്നാനപ്പെടുത്തുവാൻ തക്കവണ്ണം ഉള്ള നിർദ്ദേശങ്ങൾ മനുഷ്യർക്ക് നൽകുന്ന വ്യവസ്ഥ അനുസരിച്ചാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ മത്തായിയുടെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ ഞാൻ വായിക്കുന്നു, ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദിയ മരുഭൂമിയിൽ പ്രസംഗിച്ച് സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു. അതായത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന വാക്കാണിത്. കർത്താവിൻ്റെ വഴിയൊരുക്കി അവൻ്റെ പാത നിരപ്പാക്കുമെന്ന് യെശയ്യാപ്രവാചകൻ പറഞ്ഞ ഇവൻ തന്നെ. അപ്പോൾ ഈ യോഹന്നാൻ സ്നാപകൻ ആൾക്കാരോട് പ്രസംഗിക്കാൻ തുടങ്ങി. പ്രസംഗിച്ച് അത് തന്നെയല്ല, അവർ മാനസാന്തരപ്പെടുകയും അവരെ സ്നാനപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അത് തുടർന്ന് അതിപ്പോൾ അവിടെ ഈ 3-ാമത്തെ അധ്യായത്തിൽ താൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെയുള്ള ആൾക്കാർ വന്ന് അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ ഇന്നത് ചെയ്യണം. അതായത് ഓരോ കാര്യങ്ങളും താൻ ദൈവത്തിൻ്റെ യേശുവിൻ്റെ വേണ്ടി ഒരുങ്ങി അല്ലെങ്കിൽ ഒരുക്കുന്നതായൊരു അവസ്ഥയാണ് ഇവിടെ നാം കാണുന്നത്. അപ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തുവും അതായത് 3-ാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ച് വീണ്ടും പറയുകയാണ്. അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തു സ്നാനപ്പെടുവാൻ തക്കവണ്ണം വരുന്നതായ സാഹചര്യത്തെക്കുറിച്ച് 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് യോഹന്നാൻ അനന്തരം, ഇത് 13-ാമത്തെ വാക്യമാണ്. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനം ലഭിക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കര അവൻ്റെ അടുക്കൽ വന്നു. യോഹന്നാനും അവനെ വിലക്കി. പിന്നെ യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകലവും നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവനെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ എന്ത് സംഭവിച്ചു? വെള്ളത്തിൽ നിന്നും കയറി. അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവുമുണ്ടായി. അപ്പോൾ ഇവിടെ ഈ ഒരു സ്നാന വ്യവസ്ഥിതി അത് ദൈവത്താൽ പ്രേരിതനായി, അല്ലെങ്കിൽ നമുക്കറിയാം ഈ ഇസ്രായേൽ മക്കളുടെ വ്യവസ്ഥയിൽ പലതരത്തിലുള്ളതായ ക്ലീനിങ് അല്ലെങ്കിൽ കഴുകൽ ശുശ്രൂഷകളുണ്ടായിരുന്നു. കൈ കഴുകുക, കാല് കഴുകുക, പ്രത്യേകിച്ച് സമാഗമന കൂടാരത്തിൽ ദേവാലയത്തിൽ അല്ലെങ്കിൽ അന്നത്തെ സമാഗമന കൂടാരത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് കൈകാല് കഴുകുക എന്നുള്ളൊരു വ്യവസ്ഥാവിധി. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വേണമെങ്കിൽ പറയാം ഇത് ഇവിടെ നടന്നത്. അതായത് യേശു ക്രിസ്തുവും ഒരു മാതൃകയായിട്ട്, അതായത് യേശു ക്രിസ്തുവിനെ സ്നാനം കഴിപ്പിക്കേണ്ട സ്നാനങ്ങളുടെ ആവശ്യമില്ല, എന്നിരുന്നാലും യേശു സ്നാനം ഏറ്റു എന്ന് നാം ഇവിടെ വായിക്കുകയുണ്ടായി. അതായത് യോഹന്നാൻ സ്നാനമേറ്റു എന്തിനു വേണ്ടിയാണ് പറഞ്ഞത്? അതായത് ഇവിടെ പറയുന്നത്, ഇപ്പോൾ സമ്മതിക്കുക, സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്നോരം പറഞ്ഞു. അങ്ങനെ അവൻ സമ്മതിച്ചു. യേശു സ്നാനമേറ്റു. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ തന്നെ സ്വർഗം തുറന്നു. പ്രാവുരൂപേണ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. പിന്നെ സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായി, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായി. അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 40 ദിവസത്തെ ഉപവാസം അല്ലെങ്കിൽ രാവും പോലുള്ള ഉപവാസത്തിന് ശേഷം താൻ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു. പിന്നീട് തൻ്റെ ശിഷ്യന്മാരെ ചേർത്തു. ഇപ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ അദ്ദേഹവും യേശു ക്രിസ്തു ആൾക്കാരെ സ്നാനപ്പെടുത്താൻ തുടങ്ങി. പിന്നീടുള്ള കഥകളൊക്കെ, അതായത് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുവാൻ തക്കോണം ആൾക്കാരെ ആഹ്വാനം ചെയ്തു ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാക്കി തീർക്കുവാൻ തക്കോണം. അപ്പോൾ ഈ ഒരു അനുഭവം നമുക്ക് പ്രകടമായി ക്രിസ്തീയ വിശ്വാസത്തിൽ കാണുവാൻ കൊണ്ട് സാധിക്കും. ഇത് പിന്നീട് കർത്താവിന് കാലശേഷവും ശിഷ്യന്മാർ തുടർന്നു. അതേ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അവിടെ 3000 പേര് സ്നാനപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ സ്നാനം ആയിട്ട് അവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നീടുള്ള കാലഘട്ടങ്ങളിലും ഈ സ്നാനം ഇങ്ങനെ തുടർന്നേ കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും. അപ്പോൾ ഈ സ്നാനം എന്തിനു വേണ്ടിയാണെങ്കിൽ സ്നാനത്തിൻ്റെ പ്രാധാന്യം എന്താണ്? അതായത് ഈ സ്നാനം എന്ന് പറയുന്നത് ബാപ്റ്റിസം എന്ന വാക്കാണ് ഇംഗ്ലീഷുള്ളത്. അതിൻ്റെ ഗ്രീക്ക് പദമാണ് ബാപ്റ്റിസോ. ബാപ്റ്റിസം എന്ന് പറഞ്ഞാൽ മുങ്ങുക, അല്ലെങ്കിൽ വെള്ളത്തിൽ അടിയിൽ സാധാരണ പറയുന്നത് മുഴുകുക. അപ്പോൾ ആ ഒരു കാര്യമാണ്. അതായത് യോഹന്നാൻ സ്നാപകൻ ചെയ്ത കാര്യം അതുതന്നെയാണ്. എന്താണ്? യേശുവിനെ ഇവിടെ പറയുന്നുണ്ട്, സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, വെള്ളത്തിൽ ഇറങ്ങാതെ കയറാനൊക്കത്തില്ലല്ലോ.
അപ്പോൾ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടു. ആ ഒരു വ്യവസ്ഥാവിധിയാണ് നാം ഇവിടെ കാണുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം പലതരത്തിലുള്ളതായ വ്യവസ്ഥാവിധിയുണ്ട്. ഇതിപ്പോൾ ഇവിടെ വിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ വളരെ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തി കർത്താവിനെ കാണുവാനൊക്കെ വരുന്നതായിട്ട്, അതായത് നിക്കോദീമസ് എന്ന് പറയുന്ന വ്യക്തി യേശുവിനെ കാണുവാനൊക്കെ വരുന്നതായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ വായിക്കുന്നത് 3-ാമത്തെ അധ്യായത്തിലാണ്. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദീമോസ് എന്ന പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്നു. അവനോട്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നത് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടി ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങൾ ചെയ്യാൻ ആർക്കും കഴിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ പറയുന്നത്, യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. നിക്കോദീമോസ് അവനോട്, ഞാൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? അപ്പോൾ കർത്താവ് പറയുകയാണ്, യേശു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയില്ല. അപ്പോൾ ഇത് യോഹന്നാൻ സ്നാപകൻ ചെയ്തു, അതിന് തുടർച്ചയായിട്ട് യേശു ക്രിസ്തു ചെയ്തു, നിക്കോദീമോസിനോട് താൻ ഉപദേശിച്ചു. അപ്പോൾ ഈ കാര്യം, അതായത് ഈ യഹൂദന്മാരുടെ ശുദ്ധീകരണത്തിൻ്റെ ഒരു പ്രക്രിയ ആണെങ്കിലും അത് പാപമോചനത്തിനായി. പിന്നീട് പറയുന്നുണ്ട് യേശു ക്രിസ്തുവിന് വേണ്ടി സഭയോട് സ്നാനപ്പെടുക, പാപങ്ങളെ മോചിക്കുന്നതിന് വേണ്ടി സ്നാനപ്പെടുക. അപ്പോൾ ഇതൊക്കെയുണ്ട്. ഈ സ്നാനമെന്ന വ്യവസ്ഥ യേശു ക്രിസ്തു എൻഡോസ് ചെയ്യുകയും അല്ലെങ്കിൽ അവരെ ഇടുകയും അത് തുടർന്നു പോവുകയും ചെയ്തു. അപ്പോൾ ആ ഒരു കാര്യം, അതായത് സുവിശേഷങ്ങളെല്ലാം ഇത് കാണുന്നത് കൊണ്ട് സാധിക്കും. പിന്നെ അതിനുശേഷം അപ്പോസ്തല പ്രവൃത്തികൾ കാണുന്നത് കൊണ്ട് സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറെ കൂടി കാര്യമായി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തുടർന്ന് വായിക്കേണ്ടത് അപ്പോസ്തല പ്രവൃത്തി 8-ാമത്തെ അധ്യായത്തിലാണ്. 8-ാമത്തെ അധ്യായത്തിൽ, അതായത് ഒരു പുറജാതിക്കാരനായ, പുറജാതി എന്ന് പറഞ്ഞാൽ യഹൂദനല്ലാത്തതായ ഒരു വ്യക്തിയെ സ്നാനപ്പെടുത്തുന്നതായ കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ 8-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യമാണ്. അനന്തരം കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗാസയ്ക്ക് നിർജ്ജനമായ വഴിയിലേക്ക് പോവുക എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്നക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിൻ്റെയും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. അപ്പോൾ പിന്നെ പറയുകയാണ്, അവൻ യെരുശലേമിൽ നിന്ന് അവന് നമസ്കരിക്കാൻ വന്നതാണ്. എന്നിട്ട് അവൻ മടങ്ങിപ്പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവൻ ആ രഥത്തിലിരുന്നു കൊണ്ട് എന്താണ് ചെയ്യുന്നത്? അവൻ ബൈബിള് വായിക്കുകയാണ്. അല്ലെങ്കിൽ ഈ പഴയ നിയമം അല്ലെങ്കിൽ അന്നത്തെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുകയാണ്. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്ത് ചെന്ന് അവനോട് ചേർന്ന് നടക്കാമെന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടിച്ചെന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഒരുത്തനും പൊരുൾ തിരിച്ച് തരാതിരുന്നാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി അവനോടുകൂടി ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. തിരുവെഴുത്തുകളിൽ വായിച്ച ഭാഗത്തിന് അറുക്കപ്പെട്ട ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുവാൻ മുൻപാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായു തുറക്കാതിരുന്നു. അവൻ്റെ താഴ്ചയിൽ അത് വായിച്ചപ്പോൾ അത് ഷണ്ണൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു? ഫിലിപ്പോസ് തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുവാൻ തുടങ്ങി. അവരങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ളൊരു സ്ഥലത്ത് എത്തി. അപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമെടുക്കുന്നതിൽ എന്ത് വിരോധം? ഉടനെ അവൻ പറഞ്ഞു, അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിലാകാം എന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ഉടനെ അങ്ങനെ അവർ തേർന്ന് നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചും കൊണ്ട് തൻ്റെ വഴിക്ക് പോയി. അപ്പോൾ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നതായി ഷണ്ണൻ ഫിലിപ്പോസിനാൽ എന്ത് ചെയ്തു? സ്നാനപ്പെട്ടു, മുഴുവൻ സ്നാനം. അതിനുശേഷമാണ് ഫിലിപ്പോസിനെ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ ഈ സ്നാനത്തിൻ്റെ വ്യവസ്ഥാവിധി ഇന്ന് കാണുന്നത് പല രീതിയിലാണ് ഞാൻ മുമ്പേ പറഞ്ഞു. അപ്പോൾ അത് എന്തൊക്കെയാണ് നമുക്കറിയാം. ചിലരൊക്കെയും ഇങ്ങനെ വെള്ളം തളിക്കുന്നു, ചിലർ വെള്ളം ഒഴിക്കുന്നു, ചിലർ പിന്നെ പതാകയുടെ കീഴിലൂടെ പോകുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്കുകൾ ഉച്ചരിക്കുന്നു. ഇതെല്ലാം പല ശീലം. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ബാപ്റ്റിസോ, അതായത് മുഴുവൻ സ്നാനമാണ്. അപ്പോൾ ഇതിന് ഇപ്പം നമുക്കറിയാം, ഒരു വാസ്തവം പറഞ്ഞാൽ ഇതൊരു കഴുകലിൻ്റെ ഒരു പ്രക്രിയ ആണെങ്കിലും അതിൻ്റെ ആത്മീയ അർത്ഥം വളരെ വലുതാണ്. ഉദാഹരണമായിട്ട് നമുക്ക് ഉദാഹരണമല്ല, ഇവിടെ അപ്പോസ്തലൻ പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നതായ കാര്യത്തെക്കുറിച്ച് നമുക്ക് സ്വല്പമായിട്ട് ചിന്തിക്കാം. അതായത് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്.
നമുക്കതിനെക്കുറിച്ച് സ്വല്പമായിട്ട് ചിന്തിക്കാം. കാരണം ഇത് ഇതിൻ്റെ ആത്മീയ അർത്ഥം ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വായിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ആകയാൽ നാം എന്ത് പറയുന്നു? 6:1 മുതൽ ഞാൻ വായിക്കുന്നു. കൃപ പെരുകേണ്ടതിന് ഫലം പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും വരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനിയും അവൻ ജീവിക്കുന്നത് എങ്ങനെയോ അല്ല. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനിയും ജീവിക്കുന്നത് എങ്ങനെയോ അല്ല, ക്രിസ്തുയേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളായി ആകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടി കുഴിച്ചിടപ്പെട്ടു, ആ വെള്ളത്തിൽ അടക്കി. അതിനുശേഷം കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അതായത് ക്രിസ്തു മരിച്ച് ഉയർത്തു. അപ്പോൾ ഈ വെള്ളത്തിൽ നിന്നും വരുമ്പോൾ ഉയർത്തതിൻ്റെ അനുഭവമാണ്. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരാണെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തിൽ ഏകീഭവിക്കും. അപ്പം നാം ഇനി പാപത്തിൽ അടിമപ്പെടാതെ പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ്റെ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, മരണം, അടക്കം, ഉയർപ്പ്. യേശുക്രിസ്തുവിനോട് ചേരുവാൻ്റെ കൊണ്ട് ഇവിടെ അതാണ് പറയുന്നത്. എന്താണ്? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റു. അപ്പോൾ യേശുക്രിസ്തുവിനോട് സ്നാനമേറ്റു എങ്ങനെ? അതായത് പാപത്തിൽ മരിച്ചവരായ നാം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നു? കുഴിച്ചിരുന്നു. അത് വെള്ളത്തിൽ നമ്മെ അടക്കുകയാണ്. അതിനുശേഷം നാം എഴുന്നേറ്റ് വരുമ്പോൾ ഉയർപ്പിൻ്റെ അനുഭവമാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇവിടെ ഇത് പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് അത് സംഭവിക്കുന്നത് വിശ്വാസത്താൽ നമ്മുടെ മനസ്സിൽ അല്ലെ ഹൃദയങ്ങളിലാണ്. അതായത് പാപസംബന്ധമായി നാം മരിക്കുന്നു, നാം വെള്ളത്തിൽ അടക്കപ്പെടുന്നു, പിന്നെ നാം വെള്ളത്തിൽ നിന്നും ഉയർക്കുന്നു. ക്രിസ്തുവിൻ്റെ മരണം, ക്രിസ്തുവിൻ്റെ അടക്കം, ക്രിസ്തുവിൻ്റെ ഉയർപ്പ്, ഇതാണ് സ്നാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. പഴയ നിയമ കാലത്ത് തന്നെ സംഭവിച്ചത് നമുക്കറിയാം. ഇസ്രായേൽ മക്കൾ അടിമ ജീവിതം വിട്ട് ഇസ്രായേൽ ദേശത്ത് നിന്ന് കനാൻ ദേശത്തേക്ക് വരികയാണ്. അവർക്ക് ദൈവം ഒരു വഴിയൊരുക്കി, ചെങ്കൽപ്പാത. എവിടെയായിരുന്നു? ഡെഡ് സീയിൽ. അപ്പോൾ ആ ഒരു അവസ്ഥയെ കുറിക്കുന്ന കാര്യം, അതായത് അവർ ആക്ച്വലായിട്ട് അവർ വെള്ളത്തിൽ കൂടി കടക്കുന്നത് പോലെയാണ് അവർ കടന്നത്. അതിനെക്കുറിച്ച് വെറുതെ ലേഖനത്തിൽ പേഴ്സണായി വെളു പറയുന്നത് അത് സ്നാനത്തിൻ്റെ പ്രതീതിയായിരുന്നു. അവർ ഇങ്ങനെ വെള്ളത്തിൽ കൂടി പോകേണ്ടവർ അപ്പോൾ അതിൽ നിന്നും പ്രതിദാനം ചെയ്യുന്നത് ഇതാണ്. അതായത് ദൈവം മാനിക്കുന്ന വ്യവസ്ഥ അവരുടെ വിശ്വാസ ജീവിതത്തിലാണ്. ഇത് ഇവിടെ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് മനുഷ്യർ വചനത്തിന് വിരുദ്ധമായി നടക്കുന്ന കാര്യങ്ങളൊക്കെയും അത് തെറ്റാണ്. ദൈവം കർത്താവ് നമുക്ക് മാതൃകയാണ്. അപ്പോസ്തലൻ പൗലോസ് നമുക്ക് മാതൃകയാണ്. ഇവരുടെയൊക്കെയും ജീവിതാനുഭവങ്ങളിൽ ദൈവം പറഞ്ഞതുപോലെ സ്നാനപ്പെട്ടു, അല്ലെങ്കിൽ അത് യേശുക്രിസ്തുവിൻ്റെ മരണത്തെ വ്യവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിൽ അതനുസരിച്ചു. പിന്നീട് നമ്മൾ അതായത് ഈ പത്രോസും സ്നാനം, അതായത് നമ്മളിപ്പോൾ ഷണൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, ഫിലിപ്പോസ് ചെയ്തു. പിന്നെ പത്രോസും തൻ്റെ അനുഭവങ്ങളിൽ ഇങ്ങനെ സ്നാനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയും കൊടുത്തു. അപ്പോൾ ഇതൊക്കെയും നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത് ദൈവം കൽപ്പിച്ചതായ, ദൈവം നൽകിയിരിക്കുന്നതായ ഈ കാര്യങ്ങൾ നാം മാനിക്കുകയും അതിൻ പ്രകാരം ചെയ്യുകയും ചെയ്യുക. കാരണം ഇത് വചനം, കർത്താവ്, അപ്പോസ്തലന്മാർ ഇവരൊക്കെയും നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് എന്താണ്? യേശുവോട് ചേരുവാൻ, പിന്നീട് പിൽക്കാലത്ത് സഭയോട് ചേരുവാൻ, അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ ഒരു പുതുക്കം പ്രാപിപ്പാൻ. പിന്നെ കർത്താവ് പറഞ്ഞത് എന്താണ്? വെള്ളത്താലും ആത്മാവിനാലും നീ സ്നാനപ്പെട്ടില്ല എങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ പോകില്ല. അതുകൊണ്ട് വിശ്വാസികളായിരിക്കും നാം തിരുവചനം അനുശാസിക്കുന്നതനുസരിച്ച്, കർത്താവ് പഠിപ്പിച്ചതനുസരിച്ച്, കർത്താവിൻ്റെ വിശ്വാസം അനുസരിച്ച് നമുക്ക് മറ്റാരുടെയും മാതൃക നോക്കണ്ട, യേശുക്രിസ്തുവിനെ നോക്കുക. യേശുക്രിസ്തു എന്ത് ചെയ്തു? അതായത് എല്ലാം നിറപടിയായി നിറവേറ്റപ്പെടുവാൻ തക്കവണ്ണം എന്ത് ചെയ്തു? സ്നാപകയോഹന്നാനാൽ സ്നാനപ്പെട്ടു. അതിനുശേഷം തുടർന്ന് ആ സ്നാനത്തിൻ്റെ ശുശ്രൂഷ കർത്താവ് തുടർന്ന് ചെയ്തു. പിന്നെ ശിഷ്യന്മാർ ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് പാസ്റ്റർമാരല്ലേ അച്ഛന്മാർ ചെയ്യുന്നു. പക്ഷേ അവർ ചെയ്യുന്ന വ്യവസ്ഥ എപ്രകാരമായിരിക്കണം? വചനത്തിന് അടിസ്ഥാനമായിട്ടാണ്. അതായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ബാപ്റ്റിസോ എന്ന വാക്കാണ് ഗ്രീക്കിലുള്ളത്. അതിൻ്റെ അർത്ഥം മുഴുകലാണ്. നമ്മൾ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം വെച്ച്, അല്ലെങ്കിൽ ആദ്യ നൂറ്റാണ്ടുകളിൽ എല്ലാ സിനഗോഗുകളിലും അവർക്കൊരു ഒരു കുളമുണ്ടായിരുന്നു. അത് ഈ
എന്താ പറയുന്നത്, പുരാവസ്തു ഗവേഷകർ പലയിടത്തും കുഴിച്ചു നോക്കിയപ്പോൾ പല പഴയ പള്ളികൾ അല്ലെങ്കിൽ സിനഗോഗുകളിലൊക്കെയും ഈ ബാപ്റ്റിസത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഈ മുഴുവൻ സ്നാനത്തിന് വേണ്ടിയാണ്. ഇന്നും പലയിടങ്ങളിലും അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ പലയിടങ്ങളിലും അത് ഒരു ആചാരപരമായ കാര്യമായിട്ട് ഒഴിവുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കർത്താവ് നമുക്ക് കാണിച്ചതായ മാതൃക, അതിനെ പിൻപറ്റുക, അതാണ് നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിന് ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ കണിശമായിട്ടും യേശു പറഞ്ഞ പോലെ യേശുവിന് വിശ്വാസം എന്താണെന്നാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ വിശ്വാസപ്രകാരം ജീവിക്കുക. ഇന്നത്തെ കാലത്ത് നമുക്കറിയാമല്ലോ, മനുഷ്യൻ ആധുനികമായ പല കാര്യങ്ങളും ചെയ്യുന്നു, പക്ഷേ അതൊക്കെയും ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ടാണ്. അത് പാടില്ല. നാം ചെയ്യേണ്ടത് യേശുക്രിസ്തു പഠിപ്പിച്ചു, യേശുക്രിസ്തു മാതൃക കാട്ടി, അതുപോലെ തന്നെ ശിഷ്യന്മാരും മാതൃക കാട്ടി. അപ്പോസ്തലനായ പൗലോസ് വളരെ പ്രഗത്ഭനാണ്. അദ്ദേഹം അനവധി ബുക്കുകൾ വേദപുസ്തകത്തിൽ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിനകത്തെല്ലാം അടിവരയിട്ട് കാണിക്കുന്നത് എന്താണ്? സ്നാനം, യേശുവിനോട് ചേരുവാൻ, സഭയോട് ചേരുവാൻ. അപ്പം വിശ്വാസ ജീവിതത്തിന് ഇപ്പോൾ പ്രത്യേകിച്ച് റോമാലേഖനത്തിൽ നാം വായിച്ചതുപോലെ കർത്താവിൻ്റെ മരണം, അടക്കം, ഉയർപ്പ് ഇവയെ സൂചിപ്പിക്കുന്നതായ സ്നാന ശുശ്രൂഷയോടെ കടന്നു പോകുമ്പോൾ കണിശമായിട്ടും നമ്മുടെ ക്രിസ്തീയ ജീവിതം, ഇവിടെ നാം ക്രിസ്തുവിനോട് മരിച്ചുവെങ്കിൽ അവൻ ഉയർത്തെഴുന്നേറ്റതുപോലെ നാം വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കുകയില്ല. മരണത്തിന് അവൻ്റെ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കുകയില്ല, മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും പാപസംബന്ധമായി മരിച്ചു വരുന്നു, ക്രിസ്തയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നുവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവേൻ. അതുകൊണ്ട് ഈ മർത്യശരീരത്തിൽ പാപം അധിവസിപ്പാൻ കൊണ്ടും, അതായത് കർത്താവോട് വിശ്വാസത്തോടെ കർത്താവിനെ നാം രക്ഷകനായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ നമുക്ക് മുഴുവൻ വിടുതൽ തരികയും യേശുവോടൊപ്പം ഒരു മഹത്വീകരിക്കപ്പെട്ട ജീവിതം അല്ലെങ്കിൽ ഗ്ലോറിഫൈഡ് സാങ്ക്ടിഫൈഡ് ജീവിതം നയിക്കാൻ ചെയ്യാൻ നോക്കണം സാധിക്കും. അപ്പോൾ അത് ചെയ്യേണ്ടത് എന്താണ്? ഈ വ്യവസ്ഥകളൊക്കെയും നമ്മൾ പാലിക്കുക. കാരണം കർത്താവ് നമുക്ക് മാതൃക കാട്ടി, അപ്പോസ്തലന്മാർ മാതൃക കാട്ടി, ഇതൊക്കെ ഉണ്ടായിട്ടും പിന്നെയും പോവുകയാണ് തോന്നിയ വഴിക്ക്. അത് ശരിയല്ല. ബൈബിളിന് വിരുദ്ധമായി, ഈ പുസ്തകത്തിന് വിരുദ്ധമായി നമ്മൾ പ്രവർത്തിക്കരുത്. നമ്മുടെ വിശ്വാസം അതിലാണ് അടിസ്ഥാനമായിരിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ വചനം അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കുക. അതല്ലേ കർത്താവ് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക്, ആർക്കാ? എനിക്ക്, യേശുക്രിസ്തുവിന് സാക്ഷ്യം പറയുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയല്ല, യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം പറയുന്നു. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? തിരുവെഴുത്തുകളെ ശോധന ചെയ്യുക. തിരുവെഴുത്തുകളെ ശോധന ചെയ്യുമ്പോൾ കണിശമായിട്ടത് മനസ്സിലാകും. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ പ്രാർത്ഥനയോടെ ചെയ്യണം. അത് വെറും അതിനെക്കുറിച്ച് പഴയ ഒരു കഥയുണ്ട്. അതായത് മത്തായി വളരെയധികം മദ്യപിച്ചിട്ട് കർത്താവെ മാത്തനിതാ മലയ്ക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഉള്ള പ്രാർത്ഥനയല്ല. പിന്നെയോ മുട്ടിപ്പായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കാരണം പിശാചായവൻ കാലത്തിൻ്റെ അന്ത്യത്തിൽ നാം ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് നമ്മെ വശീകരിക്കാനൊക്കണം പല മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ശരിയല്ലെന്നേ, അത് സത്യമല്ലെന്നേ, അത് ബൈബിൾ പഴയതല്ലെന്നേ, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയുള്ള ഇതല്ല മനുഷ്യനാണ് പറയുന്നത്. പിശാച് ഡയറക്റ്റായിട്ടൊന്നും പറയുന്നില്ല, മനുഷ്യൻ പറയുകയാണ്. അതായത് പ്രത്യേകിച്ച് വലിയ പഠിച്ചവരൊക്കെയാണ് അവർ പറയുന്നത് ഇത് പഴയതാണ്, ഇതിൻ്റെ ആവശ്യമില്ല. ഇത് എത്രയോ ഇന്ന് നമ്മളെല്ലാം ആധുനിക ലോകത്തല്ലേ ജീവിക്കുന്നത്. ഇന്ന് നമ്മൾ AI ആൾട്ടർനേറ്റീവ് ഇൻ്റലിജൻസിൻ്റെ ഇതിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെ ഒരു അനുഭവത്തിലൂടെയല്ല ഇത് പഴഞ്ചന. എന്നിരുന്നാലും ഇതിലാണ് സത്യമുള്ളത്. അത് നമ്മുടെ ജീവിതത്തിന് ഭാഗമായി തീരണം. അതില്ല എങ്കിൽ വെറും പഴമക്കാരാണ് അല്ലെ എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല. ഇത് സ്വർഗസ്ഥനായ ദൈവം, നമ്മയൊക്കെയും സൃഷ്ടിച്ചതായ ദൈവം, കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി തന്നിരിക്കുന്നതായ തിരുവചനങ്ങളാണ്. അവയെ ശോധന ചെയ്ത് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പ്രകാരം എന്ത് പ്രാപിക്കാനാണ്? നിത്യജീവന് വേണ്ടിയാണ്. ഈ ഭൂമിയുള്ളതായ വാസത്തിന് വേണ്ടിയല്ല. എല്ലാവരുടെയും താല്പര്യം ഇവിടം കൊണ്ട് അവസാനിക്കുക എന്നുള്ളതാണ്. അതല്ല, നിത്യരാജ്യത്തിന് വേണ്ടി ഓഹരിക്കാരായി കർത്താവായ, അതായത് വചനം പറയുന്നത് എന്താണ്? തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവം ലോകത്തെ മുഴുവൻ സ്നേഹിച്ചു. അപ്പം എല്ലാവർക്കും അവിടെ ഈ വ്യത്യാസമില്ല, ഒരു വ്യത്യാസമില്ല. അതായത് ജാതി മതഭേദമന്യേ എല്ലാവരും യേശുക്രിസ്തു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ
അവൻ രക്ഷ പ്രാപിക്കാൻ സാധിക്കും. ഇനി അത് ആ വാക്യത്തിൻ്റെ അടിസ്ഥാനം അടുത്ത് തന്നെ ഒരു വാക്യം കൂടെ അതുകൂടെ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നാം മുമ്പേ വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം 3:16 തൻ്റെ ഏജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം അവനെ നൽകുകൊണ്ട് ലോകത്തെ സ്നേഹിച്ചു. അടുത്ത വാക്യം പറയുന്നത് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവൻ വിശ്വസിക്കുന്ന ന്യായവിധി ഇല്ല. വിശ്വസിക്കാത്തവർക്ക് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു ന്യായവിധി ഉണ്ട് എന്ന് തിരുവചനം പറയുന്നുണ്ട്. അപ്പോൾ ആർക്ക് വേണ്ടിയാ? യേശുക്രിസ്തു വിശ്വസിക്കാത്തവർക്ക് ന്യായവിധി ഉണ്ട്. ആ ന്യായവിധി എന്താണ്? അത് എന്നേക്കുമായുള്ള നാശമാണ്. എന്നാൽ ഇവിടെ നമുക്ക് വേണ്ടി ഓഫർ ചെയ്യുന്നതാണ് നിത്യജീവനാണ്. ആ നിത്യജീവൻ പ്രാപിപ്പാനൊക്കെയാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ നിത്യജീവൻ എന്ന് പറയുമ്പോൾ പലർക്കും അത് മനസ്സിലാകാത്തൊരു കാര്യമാണ്. എന്നാൽ നാം ഉൽപ്പത്തി പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ ആദാമിൻ്റെയും ഒക്കെയും ജീവിത ദൈർഘ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 5-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം എന്താണ് പറയുന്നത് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 5-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. അവിടെ 5:5 ശേത്തിനെ ജനിപ്പിച്ച ശേഷം ആദാം 800 സംവത്സരം ജീവിച്ചിരുന്നു, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. 5-ാമത്തെ വാക്യം ആദാമിൻ്റെ ആയുഷ്കാലം ആകെ 930 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. അപ്പോൾ ആദാം എത്രത്തോളം ജീവിച്ചു? 930 വർഷം, ഏകദേശം 1000-ഓടടുത്ത്. പിന്നെ മെഥുസലയാണ് ഏറ്റവും കൂടുതൽ ജീവിച്ചത്. അപ്പോൾ ഇവരൊക്കെ ജീവിച്ചതിൻ്റെ ആയുർദൈർഘ്യം നമ്മൾ ഓർത്ത് നോക്കി. ഇപ്പം തന്നെ എനിക്ക് വയസ്സ് 70 കഴിഞ്ഞെങ്കിലും ഇന്നും ശാരീരികമായ പല ബലഹീനതകളുണ്ട്. എന്നാൽ അവർക്ക് അങ്ങനെയല്ല. അവർക്ക് ഈ വിഷൻ കാഴ്ച എന്ന് പറഞ്ഞാൽ 20/20 പൂർണ്ണ കാഴ്ചയായിരുന്നു. കേൾവിക്കൊരു കുഴപ്പമില്ലായിരുന്നു. അവരുടെ അസ്ഥികളെല്ലാം വളരെ സ്ട്രോങ് ആയിരുന്നു. ഇന്നത്തെ കാലത്ത് കൂനും പിടിച്ച് അല്ലെങ്കിൽ കണ്ണ് കാണാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെവി കേൾക്കയില്ല. പ്രത്യേകിച്ച് ഒരു പ്രായം കഴിഞ്ഞ് 50, 60, 70 ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഹാർട്ട് പ്രോബ്ലമായി, BP ആയി, ഷുഗറിൻ്റെ പ്രോബ്ലമായി, ഇതൊക്കെയുണ്ട്. എന്നാൽ അന്നത്തെ അവസ്ഥയിൽ മനുഷ്യർക്ക് നല്ല ആരോഗ്യമായിരുന്നു. അവരുടെ ജീവിത രീതി അങ്ങനെ ആയിരുന്നിരിക്കാം. അപ്പോൾ ഈ 5-ാമത്തെ അധ്യായം നിങ്ങൾ വീട്ടിൽ നിന്ന് വായിക്കുകയാണെങ്കിൽ മനസ്സിലാവും എത്രയോ വർഷം ഇവരൊക്കെയും ജീവിച്ചിരുന്നു. അവർ ജീവിച്ചിരിക്കുന്നതിൻ്റെ അതിൻ്റെ രഹസ്യം എന്താണെന്ന് അറിയാമോ? അവർ വിശ്വാസത്തിലായിരുന്നു, വിശ്വാസ ജീവിതമായിരുന്നു. അതുപോലെ പ്രകൃതിയുമായിട്ട് അവർക്ക് നല്ല ചേർച്ചയുണ്ടായിരുന്നു. അവർ കഴിച്ച ആഹാരമൊക്കെ ഇന്നത്തെ രീതിയിലുള്ള ലൈഫ് സ്റ്റൈലല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഇപ്പം ഞാനീ പറഞ്ഞു തന്നൊരു സാരം മറ്റൊന്നുമില്ല. നിത്യജീവൻ എന്ന് പറയുന്നത് ഇതിനേക്കാൾ അപ്പുറമാണ്. എന്നേക്കുമായിട്ട് ജീവിക്കുക ദൈവത്തോടൊപ്പം. അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയുണ്ട്. ഞാൻ ഈ വചനം ശുശ്രൂഷ നിർത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ രാജാവും ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമാകുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അങ്ങയുടെ സന്നിധിയിലേക്ക് അടിയങ്ങളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തുന്നു. അടിയങ്ങൾക്ക് ലഭിച്ചതായ ഈ ദൂത്, ഈ വിഷയം ഞങ്ങളുടെ ഹൃദയത്തിന് അത് ഹൃദയസ്ഥമാക്കി അത് മുഖാന്തരം ക്രിസ്തീയ ജീവിതത്തിന് യേശു പറഞ്ഞ പോലെ ജീവിക്കാനൊക്കണം ഞങ്ങളെ സഹായിക്കണമേ. വചനം അങ്ങനെ തന്നെ ഒന്ന് പരിശോധിച്ചുകൊണ്ട് നിത്യരായത്തിന് ഓഹരിക്കരായി തീരുവാനൊക്കണം. അടിയങ്ങളെ ഒരുക്കണമെന്ന് യേശുവിൽ കൂടി താഴ്മയോടും വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.